ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് മിസ്റ്റർ വ്ലോഗ്സ്. ഗൈസ്, കുറെ നാളിന് ശേഷം ഒരു അടിപൊളി വ്ലോഗുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ പാതിരാത്രി 2:50 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പയ്യന്മാരെല്ലാം ഇപ്പോൾ ജംഗ്ഷനിൽ വരും. നേരെ അവിടെ പോവുക, കാർ കയറുക, പോവുക. അതാണ് സെറ്റപ്പ്. പോകേണ്ട സ്ഥലം എന്ന് പറഞ്ഞാൽ കന്യാകുമാരിയാണ്. ഇന്ന് ശനിയാഴ്ചയാണ്, വെളുപ്പിന് 2:50 ആയിട്ടുണ്ട്. അപ്പോൾ കന്യാകുമാരി പോയിട്ട് നേരെ വെളുത്ത് സൂര്യോദയം നമുക്ക് അവിടെ നിന്ന് കാണാം ഗൈസ്. അപ്പോൾ എല്ലാവരും അടിച്ചു കയറി ബാ ഗൈസ്. അപ്പോൾ ഗൈസ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബാഗെല്ലാം എടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ കുപ്പിയുണ്ട്. പാതിരാത്രിയാണ്, ഒറ്റ കുഞ്ഞു റോഡില്ല. മണി 3 ആവുന്നുണ്ട്. നമ്മുടെ സകല വിഷ്ണു ഇപ്പോൾ വെള്ളാണി നേരെ ഇങ്ങോട്ട് വരും, പൂജപ്പുര വരും. രാജേഷ് ജംഗ്ഷനിൽ എന്തോ നിൽപ്പുണ്ട്. അപ്പോൾ രാജേഷിനെ പിക്ക് ചെയ്ത് നേരെ പെരുകാവിൽ പോയിട്ട് നമ്മുടെ മറ്റൊരു വിഷ്ണു ഉണ്ട്, നമ്മുടെ അവിടെ പഠിച്ച ആളാണ്, അവനെ പിക്ക് ചെയ്യാം. സോ നേരെ പോയാലോ. ഇപ്പോൾ കുറച്ച് നടക്കാനുണ്ട്. അപ്പം ഞാൻ റോഡ് കാണിച്ചിരുന്നുണ്ടാ, വിജനമായ റോഡ്. പാതിരാത്രി 3 മണിക്ക് ഞാൻ മാത്രം. അടിപൊളിയല്ലേ? ഭാഗ്യത്തിന് ഇവിടെ വലിയ പട്ടിശല്യം ഇല്ലെന്നാണ് തോന്നുന്നത്. രാത്രി ആശാന്മാരൊന്നും കാണാനില്ല. അപ്പോൾ ഇന്നത്തെ സൺറൈസ് കന്യാകുമാരി. ഓക്കെ, സകല വിഷ്ണു എത്തിയിട്ടുണ്ട് ഗൈസ് കാറിൽ. ഈ ഓണല്ലേ സകല? അപ്പം നേരെ ഓണല്ലേ? ഉറക്കമൊന്നും ഇല്ല, കണ്ണാണ്ട അറിയാം. സെറ്റ് കയറാം, പോവാം ഗൈസ്. സകല കറക്റ്റ് 3 മണിക്ക് എത്തിയിട്ടുണ്ട്. ബാക്കി പറഞ്ഞ സകല ഓക്കെ ആണല്ലേ സകല? സകല പുതിയ കാറാണ്, അതിൻ്റെ ചിലവിടെ ചേർന്ന് ചെയ്യിപ്പിക്കാം. അപ്പം നേരെ രാജേഷിനെ വിളിക്കാൻ പോവാണ്. പോയല്ലേ ഗൈസ്? ഗൈസ്, രാജേഷ് നടന്നു വരുന്നുണ്ട്. 2 ബിരിയാണി കഴിച്ച് ചേട്ടൻ നിക്കറൊക്കെ ഇട്ട് വരാം. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്ക് വയ്ക്കാം. ഗൈസ്, അപ്പോൾ രാജേഷ് വന്നിട്ടുണ്ട്. രാജേഷ് അവിടെ ഒരു ഹായ് കൊടു. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പോകാനുള്ള പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജേഷിന് അത്യാവശ്യമായിട്ട് നാട്ടിൽ പോകുന്ന ഒരു സാധനം കൊടുക്കാനായിട്ട്. അങ്ങനെ ഇന്നിപ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. അങ്ങനെ എന്തായാലും ഒരു 18 hours ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞ് ഏതാണ് സ്ഥലത്തിൻ്റെ പേര് ഇവിടെ അടുത്ത് പോയിട്ട് നമ്മുടെ വിഷ്ണുവിനെ വിളിക്കണം. ഇതൊരു വിഷ്ണുവാണ്, ഇത് സകല വിഷ്ണുവാണ്. വേറൊരു വിഷ്ണുണ്ട്, അത് വേറൊരു പേരാണ്, ഞാൻ പറയുന്നില്ല. സോ അവനെ വിളിച്ചിട്ട് വരാം ഗൈസ്. അപ്പോൾ കമാൻഡ് ഗൈസ്. നമ്മുടെ ചെറുക്കനെ കണ്ടിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മുടെ 4ാം തല കണ്ടുപിടിട്ടുണ്ട്. നമ്മൾ നേരെ സാധനങ്ങളൊക്കെ എടുത്ത് ഡിക്കി കയറ്റാൻ പോവാണ് ഗൈസ്. ഹായ് പറയടേ. ഹായ് ഗൈസ്. ഇതാണ് 4ാം തല. 4ാം തലയും കൊണ്ട് നമ്മൾ നേരെ കന്യാകുമാരി പോവാണ്. എല്ലാം കയറ്റി ഡിക്കിയിൽ വെച്ചിട്ട് പോവാം ഗൈസ്. അപ്പോൾ ഇനി നേരെ പോകുന്ന വഴിക്ക് നേരെ ഒക്കെ വെളുത്തിട്ട് കാണാം ഗൈസ്. ഓക്കെ. രാജേഷിന്റെ തറവാട്ടിലെത്തിയിരിക്കുകയാണ് അല്ലേ? നമ്മൾ നേരെ എങ്ങോട്ട് പോകണം? സൺറൈസ് പോയിന്റ്. സകല ഇവിടെ സകല കാറൊക്കെ ഇട്ട് വരാനുണ്ട് അവിടെ. സകല ആരെ അടിക്കാൻ പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ 4 തലയും കൂടെ ചേർത്ത് ഇതാ പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. ഓക്കെ. നമ്മൾ ഗ്ലാസ് ആയിക്കൊണ്ടിരിക്കണം. 50 രൂപ ഉള്ളു ഗ്ലാസ്, കൂളിംഗ് ഗ്ലാസ്. അടിപൊളിയല്ലേ സകല? ഒന്നിങ്ങോട്ട് നോക്കിയാണ്. ആട്ടി മോനെ, അത്രേ ഉള്ളു. എടുക്കണ. അങ്ങോട്ട് പോകണം ഗൈസ്. നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? ഭയങ്കര വില കുറവാണ് എല്ലാ സാധനത്തിനും. വരണമെങ്കിൽ തമിഴ്നാട് ഒന്ന് വാങ്ങണം. അതിലേ സത്യം കയ്യിൽ 5000 ഉണ്ടെങ്കിൽ ഞാൻ ഒന്ന് എല്ലാം വാങ്ങിച്ചത് കയറുന്നു. പക്ഷെ ഇല്ലാതായി പോയി അല്ലേ? സൂര്യൻ സാർ നമസ്കാരമുണ്ട്.
നീ പറ എന്താണ് പ്ലാൻ? പറ നീ പറ പ്ലാൻ, ഞാൻ കേൾക്കാം. കടലിൽ കുളിക്കാൻ? കടലിൽ വെള്ളം ഗൈസ്, കടലിൽ കുളിക്കാൻ പോയല്ല ഗൈസ്, ബാത്റൂമിൽ കുളിക്കാൻ പോകാം. അടിപൊളി ഫുഡ് ഗൈസ്, കൊള്ളാം. നേരെ നെയ്യ് കൊണ്ടിരിക്കുന്നു, ഉപ്പില്ലെന്നേ ഉള്ളൂ ഗൈസ്. ഇപ്പോൾ സമയം 8 മണിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, റൂമൊന്നും സെറ്റായില്ല. അതുകൊണ്ട് ചേരാപാറ നടക്കാമെന്ന് വിചാരിച്ചു. സോ തമിഴ്നാട്ടിൽ റോഡുകളൊക്കെ അടിപൊളിയാണ്. കാരണം റോഡും കൊള്ളാം, എല്ലാം എന്ന് പറയുന്നില്ല, എന്നാലും മാക്സിമം റോഡുകൾ കൊള്ളാം. കോർപ്പറേഷൻ അടിപൊളിയാണ്, റോഡ് നല്ല ക്ലീനാണ്. അങ്ങനെ ചുമ്മാ നടക്കാനിറങ്ങിയതാണ്. നമ്മുടെ രാജേഷിൻ്റെ നാട് കൂടെ ആയതുകൊണ്ട് അവൻ ചുറ്റിക്കാണിക്ക് ഇറങ്ങിയതാണ് ഗൈസ്. ഞാൻ കാണുന്ന വെറൈറ്റി കാഴ്ച കാണിച്ചുതരാം. അപ്പം ഞാനും നമ്മുടെ വിഷ്ണു സാറും കൂടെ ഭ്രാന്ത് പിടിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ്. നമുക്ക് നടന്നിട്ട് വരാം. കട്ട വെയിൽ ഗൈസ്. രാവിലെ 8 മണി നേരത്തെ കാര്യമൊന്നുമില്ല, ഉച്ചയ്ക്ക് 1 മണിയുടെ വെയിലടിക്കുന്നുണ്ട്. തൊപ്പിയൊക്കെ ഉള്ളോട്ട് കൊള്ളാം. ഏതെടുത്താൽ 100 രൂപ തൊപ്പി, അടിപൊളിയല്ലേ? എൻ്റെ ഞാൻ നേരത്തെ വാങ്ങിച്ചാണ്, കുഴപ്പമില്ല. അപ്പോൾ KLT ചേട്ടൻ പറയുന്ന പോലെ ലൈഫ് അടിച്ച് പൊളിക്കണം ഗൈസ്, അല്ലേ? ഒவ்வொரு നിമിഷവും ലൈഫ് അടിച്ച് പൊളിക്കണം. ഓക്കെ, അപ്പോൾ കോപ്പിറൈറ്റ് അടിക്കരുത്. ഓക്കെ, അപ്പോൾ പോയിട്ട് വരാം. അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചുമ്മാ കറങ്ങിട്ട് വരാം. വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം ഗൈസ്. കമാൻ ഗൈസ്. ഇപ്പോൾ ഉള്ളത് പുതുഗ്രാമത്തിലാണ്. പുതുഗ്രാമത്തിൻ്റെ ഒരു ബോർഡ് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത്. ഞാൻ കാണിച്ചു തരാം പുതുഗ്രാമം എവിടെയാണെന്നുള്ളത്. അതുകൊണ്ട പുതുഗ്രാമത്തിലാണ് നിൽക്കുന്നത്. പിന്നെ ഇവിടുത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശാന്ത സ്വരൂപമായിട്ടുള്ള നാട്ടുകാരും സ്ഥലങ്ങളുമാണ്. എല്ലാവരും സാറെന്നേ വിളിക്കും, അല്ലെങ്കിൽ തമ്പീന്ന് അനിയെന്നൊക്കെ വിളിക്കുകയുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിലെ പോലെ മറ്റവനെ മറിച്ചവനെ മാറുന്ന വഴി അങ്ങനെയൊന്നും പറയാറില്ല, അല്ലേ? അല്ല, നിൻ്റെ അഭിപ്രായത്തിൽ അങ്ങനെയല്ലേ? അതെ, ഇവിടെ അത്രയും സീനൊന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. കോർപ്പറേഷനിലെ ആളുകൾ വേസ്റ്റ് പിന്നെ കൊണ്ടുവന്ന് റോഡിൽ കംപ്ലീറ്റ് ചവറും വാരിക്കൊണ്ട് പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കണ്ടു പഠിക്കണം. അത്രയും വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. ഞാൻ റോഡ് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഗൈസ്. റോഡ് എങ്ങനെ നമുക്ക് നടക്കാൻ നല്ല ഫുട്പാത്ത് ഉണ്ട്, സൈഡിൽ പരസ്യങ്ങളുണ്ട്. എനിക്ക് വായിക്കാറില്ല, തമിഴ് വായിക്കാറില്ല, എന്നാലും കൊള്ളാം. ഇതാണ്ടാ, ഇതാ 2 പോണ്, ഒരു പണിയില്ല, ഒരുത്തൻ പോണ്. എവിടെ പോണത് ഗൈസ്? നമ്മളെടുത്ത റൂം നമ്മുടെ ലോഡ്ജിലാണ് നമ്മൾ പോകാൻ പോകുന്നത്, താമസിക്കാൻ പോകുന്നത്. റിജാൻ ലോഡ്ജ്, പയനിയർ ശ്രീ കാർത്തികൈ ലോഡ്ജ്. അപ്പോൾ വണ്ടി പാർക്കുള്ള സംവിധാനമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലാണ് നമ്മുടെ റൂം വരുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഗൈസ്, അപ്പോൾ റൂമിൽ താക്കോൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഐശ്വര്യ റൂമിലോട്ട് കയറാണ്. വണ്ടി ഡിക്കിക്കകത്ത് നമ്മുടെ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അകത്തോട്ട് പോകാം. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. ഉച്ചയ്ക്ക് നാട്ടുച്ചയ്ക്ക് 1 മണിക്കുള്ള വെയിലാണ് 8 മണിക്ക് അടിക്കുന്നത്. എന്തായാലും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നമ്മൾ നേരെ ഇനി റൂമിലേക്ക് കയറുന്നത്. നമ്മുടെ റൂം നമ്പർ 2 ആണ് കേട്ടോ. അപ്പോൾ 2 ആണെങ്കിൽ നമുക്ക് ഇവിടെയാണ് 2. ഓക്കെ, നമ്മുടെ റൂമിലേക്ക് നമ്മൾ പോവാണ്. നമുക്ക് തൽക്കാലം ചെറിയ സെറ്റപ്പ് മതി അല്ലേ? പേവാട് കയറി കഴിഞ്ഞു. കണ്ടിട്ടൊരു പേവാട് സെറ്റപ്പ് അല്ലേ? ലൈറ്റ് ഉണ്ടാടാ. ഓ, കറണ്ട് ഇല്ല, കുഴപ്പമില്ലേ? വലിച്ചറായി റൂമിനകത്ത് കയറുമ്പോൾ കറണ്ടും ഇല്ല, ഒന്നുമില്ല. എൻ്റെ പൊന്നോ. ഫാനിന് റെഗുലേറ്ററും ഇല്ലേടേ. എന്തായാലും 3 ബെഡ് ഉണ്ട്. വന്നടേ വന്ന്. ഓ, 3 ബെഡ് 3 തലയാണ്. അപ്പം ഞാൻ എൻ്റെ ഇടയിൽ ഇപ്പോൾ കിടക്കാൻ. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ റൂം ഗൈസ്. തൽക്കാലത്തൊക്കെ മതി അല്ലേ? ആയുർവേദ സ്പായിലേക്ക് കയറിയൊരു. അപ്പോൾ ഇതാണ് കാര്യങ്ങളൊരു കിടപ്പ്. എല്ലാം കൊള്ളാം, അടിപൊളിയാണ്. രാഷേ നമ്മുടെ വാഷ് ബേസിനൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഗൈസ്. നമുക്ക് ഇവിടെ കുഴപ്പമില്ലല്ലേ? 1500 രൂപയ്ക്ക് 4 പേർക്കുള്ള റൂം കുഴപ്പമില്ല, വർത്താണ്. പിന്നെ ടോയ്ലറ്റൊക്കെ ഇതായത് സെറ്റപ്പൊക്കെ ഇത്രയേ ഉള്ളൂ, കുഴപ്പമില്ലല്ലേ? വേറൊന്നും ഞാൻ കാണിക്കുന്നില്ല. ഓക്കെ, പിന്നെ ഹീറ്ററൊക്കെ ഉണ്ട്, മതി. മോളിൽ ഓപ്പൺ ആണല്ലോ പുല്ല്. വേറെ പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. ഇറങ്ങി നോക്കും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ എന്തായാലും ഒന്ന് ഡ്രസ്സൊക്കെ മാറി സെറ്റപ്പ് ആവണം. നമ്മുടെ കട്ടിലാണ് കഴിച്ചത്. എന്റെ അമ്മോ സത്യം അടിപൊളിയാണ്. കുറെ നേരം ഈ പരട്ട വെയിലത്ത് നോടിക്കൊണ്ടിരിക്കുന്നു. സൂര്യഭഗവാനെ, അയ്യോ നിന്നെ കാണാൻ രാവിലെ അതെ ചൂടാണ്. മോള് തട്ടാണ് ഗൈസ്, ചൂടാണ്. പിന്നെ ഞങ്ങളുടെ ഈ വ്ലോഗ് കാണുന്ന ഒരുപാട് ഫ്രണ്ട്സ്
പറയും നമ്മളെ ആരെയും വിളിക്കാതെ നിങ്ങൾ വന്നു പറയും. സത്യം പറഞ്ഞാൽ സഡൻ ആയിട്ട് ഒരു 12-13 മണിക്കൂറിന്റെ ട്രിപ്പ് പ്ലാനിങ് ആയിരുന്നു. രാജേഷിന്റെ നാട് തമിഴ്നാടാണ്. അപ്പോൾ രാജേഷിന്റെ വീട്ടിൽ നിന്ന് അവൻ്റെ അമ്മ പറഞ്ഞു കുറച്ച് ഓർണമെന്റ്സ് അവൻ്റെ വീട്ടിലെത്തിക്കണം, വല്യമ്മയുടെ വീട്ടിലെത്തിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ബസ്സിലോ ട്രെയിനിലോ പോകണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ സകല വിഷ്ണു കാറിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞു, പെട്രോൾ അടിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോഴാണ് എന്നാൽ പിന്നെ ഞാനും നമ്മുടെ മായ വിഷ്ണു കൂടെ ഇരിക്കുകയല്ലേ, ട്രിപ്പായിട്ട് പോകാം. അങ്ങനെ 12 മണിക്കൂറിന്റെ അഡ്ജസ്റ്റ്മെന്റ് പ്ലാനിലാണ് നമ്മൾ ട്രിപ്പായിട്ട് പോയത്. അങ്ങനെ എത്തിയാണ് ഗൈസ്. അപ്പോൾ ആരും വിളിക്കാൻ പറ്റിയില്ല, പെട്ടെന്നുള്ള ഒരു ഒരുക്കമായിരുന്നു. സോ അങ്ങനെയാണ് എത്തിയത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും വന്ന സ്ഥിതിക്ക് കന്യാകുമാരി അടിച്ച് പൊളിച്ചിട്ട് പോകാം. കന്യാകുമാരി പൊളിച്ച് കഴിഞ്ഞാൽ അവസാനം അറിയാമല്ലോ, രാജേഷ് നാളാണ്, രാജേഷ് നമ്മളെ വിളിച്ചിരിക്കും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ആരെയും മനഃപൂർവ്വം വിളിക്കാത്തതല്ല, നമ്മുടെ സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം എത്തിപ്പെട്ടതാണ്. കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കന്യാകുമാരി എവിടെയെങ്കിലും പോകണം എന്നുള്ളത്, പക്ഷെ നടന്നില്ല. അങ്ങനെ ഇപ്പം നടന്നു. സോ അങ്ങനെ വന്നതാണ്. മാത്രമല്ല വന്നു കഴിഞ്ഞാൽ മനസ്സിലായി നല്ല കിടിലൻ സ്ഥലമാണ് ഗൈസ്. ഇവിടുത്തെ ഫുഡ് അത്യാവശ്യം അടിപൊളിയാണ്. എനിക്ക് പേഴ്സണൽ ഇഷ്ടപ്പെട്ടു. ഞാൻ നെയ്റോസ്റ്റാണ് കഴിച്ചത്. അതിലെ റൂമിന്റെ കാര്യം 1500 രൂപയാണ് റൂമിന്റെ റെന്റ് വരുന്നത്. അത് 24 ഹവേഴ്സിലേക്കാണ്. പക്ഷേ വേറെ 2 സ്ഥലത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് 800 രൂപീസിനൊക്കെ റൂം ഉണ്ടെന്ന് പറഞ്ഞ്. പക്ഷേ ഇത്രയും ഫെസിലിറ്റി ഉണ്ടെന്ന് എനിക്കറിയാം. വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സംവിധാനം ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മായാകൃഷ്ണൻ ഞാൻ ബ്ലോഗിൽ എങ്ങനെ പരിചയപ്പെടുന്നതാണ്. ആശ ചാടി വീണു. അപ്പൊ വിഷ്ണുവിനെ പരിചയപ്പെടുത്തുന്ന വേറെ പേര് ഞാൻ പറയുന്നില്ല. വിഷ്ണു തന്നെയാണ് അല്ലേ. ഞാനും രാജേഷും വിഷ്ണു ഒക്കെ ഒരു ക്ലാസ്സിൽ പഠിച്ചാണ്. പിന്നെ അവിടെ RMBS ക്ലാസ് പഠിച്ചാണ്. നിങ്ങൾക്കറിയാം, എന്റെ ബ്ലോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. കുറച്ച് നേരം നമുക്ക് സെറ്റ് ആയിട്ട് വരാം ഗൈസ്. അപ്പൊ അടിച്ച് കയറി വാ. കമാൻ ഗൈസ്, കമാൻ ഗൈസ്. കുറച്ച് നേരം ഉറങ്ങിയിട്ട് ഫസ്റ്റൊക്കെ എടുത്ത് റൂമിൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് 12:30 ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ എവിടെയെങ്കിലും ബിരിയാണി സ്പോട്ടൊക്കെ ഉണ്ടെങ്കിൽ പോയി കഴിക്കാമെന്ന് വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാം. എല്ലാവരും ടയർഡാണ് ഗൈസ്. കണ്ടില്ലേ, ഇവിടെ മുട്ടം വരും ഒരു ലക്ഷം. രാവിലെ 8 മണിക്കും ഉച്ചയ്ക്ക് 12:30 ഒരേ വെയിലാണ്. സോ നൈസായിട്ട് പോയിട്ട് വരാം, നമുക്ക് നോക്കാം. ബിരിയാണി കഴിക്കാൻ പോവാണ്. എങ്ങനെയുണ്ട് നോക്കാം. അങ്ങോട്ട് ബിരിയാണി ക്വാണ്ടിറ്റി ഉണ്ട്. മുട്ടയൊക്കെ ഉണ്ടോ നോക്ക്. സൈഡ് വലിക്കണ്ട റബ്ബർ ബാൻഡൊക്കെ അതേ വെച്ച് വിട്ടാ. ഇവിടെ തെളിച്ചാൽ വീണ് തേങ്ങ പൊഴിച്ചാൽ ഇങ്ങോട്ട് മുട്ടയൊക്കെ ഉണ്ടായത് ഗൈസ്. അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണെന്ന് കണ്ടു തോന്നുന്നത്. പൊഴിച്ചടി നമ്മൾ കഴിച്ചിട്ട് വരാം ഗൈസ്. നല്ല കിടിലം ബിരിയാണിയാണ്. നല്ല മണം അടിക്കണം അല്ലേ. അടിപൊളി. ഒരാഴ്ച ഓക്കെ അല്ലേ കഴിക്കാം സകല അറി. ഓക്കെ ബേബി മായു ഓക്കെ. എൻജോയ്. അപ്പോൾ നമ്മൾ ഈ ബിരിയാണി തീർത്തിട്ട് വരാം ഗൈസ്. നിങ്ങളും എൻജോയ്. ഗൈസ് പുറത്ത് പോയി കറങ്ങിയ ശേഷം നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഓഫ് സീസണാണ്, എന്നിട്ടും ഭയങ്കര തിരക്കാണ്, രക്ഷയില്ല. രാവിലെ ആയിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ആയിക്കോട്ടെ ഭയങ്കര തിരക്കാണ്. അങ്ങനെ നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. സോ അപ്പോൾ ഇന്നത്തെ കാര്യങ്ങൾ നിർത്തി അന്ന് എന്തായാലും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ കന്യാകുമാരി ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ വേറെ അധികം എക്സ്പ്ലോർ ചെയ്യാനൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് രാത്രിയൊക്കെ ഭയങ്കര തിരക്ക് കാരണം നമ്മൾ പിന്നെ നേരത്തെ വീട്ടിൽ കയറി റൂമിൽ കയറി ഉറക്കം കുറവായതുകൊണ്ട് നേരെ കയറുന്ന ഉറങ്ങി. അപ്പോൾ ഇന്ന് രാവിലെ 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ 8:30 മണിക്ക് നമ്മളിവിടെ ചെക്ക് ഇൻ ചെയ്തു. ഇന്ന് ചെക്കൗട്ട് ചെയ്യാണ്. അപ്പോൾ ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഇത് നേരെ പോകുന്ന വഴിക്കുള്ള കാര്യങ്ങൾ കാണിച്ചു തരാം. നേരെ പോയി ഫുഡ് കഴിക്കണം. ഫുഡൊന്നും കഴിച്ചില്ല. അങ്ങനെ നമ്മുടെ വിഷ്ണുവിൻ്റെ വണ്ടിയിൽ നമ്മുടെ ബാഗെല്ലാം സെറ്റ് കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് നേരെ പോകാം ഗൈസ്. അപ്പോൾ കമോൺ ഗൈസ്. നമ്മുടെ പയ്യന്മാർക്ക് ട്രിപ്പിനെ കുറിച്ച് 2 വാക്ക് സംസാരിക്കാനുണ്ട്. പറ, എങ്ങനെയുണ്ട് കന്യാകുമാരി? അടിപൊളിയല്ലേ? നമ്മൾ അടിച്ചു പൊളിച്ചില്ലേ? സെറ്റല്ലേ? സകലേക്ക് വരാൻ പറയണ്ട.
അകത്തായി ഇമ്മാതിരി തിരക്ക് സത്യം പറഞ്ഞില്ല വേറെ ഒരിടത്ത് ഭയങ്കര തിരക്കായിരുന്നു ഗൈസ്. അപ്പോൾ അത് മാത്രമല്ല മൂട്ടം വെയിലുമായിരുന്നു. രാവിലെ ഒരു 8-9 മണിയാകുമ്പോൾ തന്നെ ഉച്ചക്കത്തെ ഒരു 1 മണി ടൈം വെയിലടിക്കുന്നുണ്ട്. അങ്ങനെ റൂമിനകത്ത് അടങ്ങി കൂടിയിരിക്കുകയായിരുന്നു അല്ലേ. അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ട്രിപ്പ് ശുഭകരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നേരെ വല്ല ഫുഡും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകുന്നു. ഒരു 3 മണിക്കൂർ കൊണ്ട് വീട്ടിലും ഗൈസ്. അപ്പോൾ ഓക്കെ അല്ലേ. അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം. അപ്പോൾ സഹിച്ചതിൽ നന്ദി നമസ്കാരം ഗൈസ്. ബൈ ബൈ. ഗൈസ് നമ്മുടെ സ്വന്തം വിഷ്ണുവിൻ്റെ അഭ്യർത്ഥന പ്രകാരം ഇപ്പം അത് വെങ്കടേശ്വര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. അവൻ ഭയങ്കര ഭക്തനാണ്, ദൈവത്തിനെ കണ്ടു പോകാന്ന് പറഞ്ഞു അല്ലേ രാജേഷേ. അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അകത്ത് കയറിയിട്ട് നമ്മൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കാം. അടിപൊളി വ്യൂ ഒക്കെയാണ്. കന്യാകുമാരിയിലുള്ള തിരുപ്പതി വെങ്കടേശ്വര സ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളുള്ളത്. പുതിയ ക്ഷേത്രമല്ലേ. എത്ര നാളെ വെച്ചിട്ട്? കുറച്ച് നാളല്ലേ ഉള്ളൂ. പക്ഷെ അടിപൊളിയല്ലേ. പ്രാർത്ഥിക്കേണ്ടതൊക്കെ പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഇനി തിരിച്ചു പോകാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല, പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. സോ പോയിട്ട് വരാം. ട്രിപ്പ് കഴിഞ്ഞ് വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മുടെ ട്രിവാൻഡ്രത്തുള്ള കല്ലാട്ടുമുക്കിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള തമിഴ്നാട് റോഡിലെത്തിയിട്ടുണ്ട്. അപ്പം വേറെ ലെവൽ എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. എന്തായാലും വീട്ടിലോട്ട് പോകണം ഗൈസ്. ഉച്ചിനി മറ്റേ ഗൈസ് ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ കേരളത്തിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ ട്രിവാൻഡ്രത്ത് കയറിയിട്ടുണ്ട്. നേരെ വീടത്താറുമായിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ. സകല എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല. ട്രിപ്പ് എല്ലാം അടിച്ചു പൊളിച്ചില്ലേ? കന്യാകുമാരി അടിപൊളിയായിരുന്നു. അപ്പൊ പുതിയൊരു ട്രിപ്പായിട്ട് വീണ്ടും വരുന്നവരെ ഇറ്റ്സ് മീ മിസ്റ്റർ വ്ലോഗ്സ് സൈനിങ് ഓഫ്.